വയനാട്ടിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 106 മരണം. റവന്യൂ വകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് 106ആയി സ്ഥിരീകരിച്ചത്. മലപ്പുറം പോത്തുകല്ലിലും തൽസ്ഥിതി തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറം പട്ടാമ്പിയിൽ തൂതപ്പുഴ പാലത്തിന് മുകളിലൂടെ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പാലം അടച്ചു. ഞങ്ങൾ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നാത്തൂന്റെ മോനാണ് കിടക്കുന്നത്. പിന്നെ നാത്തൂനുണ്ട്. പക്ഷെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. രാവിലെ എത്തുന്നത്. രാത്രി പൊട്ടിയപ്പോ തന്നെ ഞങ്ങളെല്ലാരും വെള്ളത്തിന്റെ അടിയിൽ പോയി. പിന്നെ ഒന്ന് പൊന്തി. പിന്നെ അടുത്ത വീട്ടില് ഇരുടെല്ലാം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അടുത്ത വീട്ടിലോട്ട് പോയി. അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി. എന്റെ മോളെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടി ഒക്കെ നിൽക്കുമ്പോണ്ട് അടുത്ത പൊട്ടല്. അതിൽ മക്കളെയൊക്കെ ഞങ്ങൾ എന്താക്കി വേഗം ബർത്തത്തെ സാധനമൊക്കെ വലിച്ച് താഴ്ച മക്കളെയൊക്കെ ബർത്ത് കയറ്റി. ഞാൻ കയറി ബർത്തിൽ, എൻ്റെ ഹസ്ബൻഡ്, ബാക്കിയുള്ളവരൊക്കെ ഒരു ബെഡുണ്ട് കട്ടില്, അതിന്റെ മേലെ എല്ലാരും കയറി. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിലുള്ള 5 ആളൊക്കെ മിസ്സിംഗ് ആണ്. കണ്ണടച്ചു തുറക്കുന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ണും വെള്ളവും തങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ പതിക്കുകയായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും പാലങ്ങളുമെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. ശേഷിച്ച ഏതാനും പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. സ്കൂളും വീടുകളും കെട്ടിടങ്ങളും കടകളും ക്ഷേത്രവും പള്ളിയുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയായിരുന്നു. ദുരന്ത സ്ഥലത്ത് ആദ്യമെത്തിയത് മാധ്യമ പ്രവർത്തകർ. നൂറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിന്റെ വ്യാപ്തിയുടെ ആഘാതം ആഴമേറിയതാണ്. വയനാടിന്റെ ഉരുൾപൊട്ടലിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കാണുക. ഏകദേശം 2 മണിക്കൂറോളം ഇതിനുള്ളിലൂടെ വന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ തൊട്ട് മുമ്പിൽ നമുക്കൊരു 150 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാള് ഏകദേശം തലഭാഗം മാത്രമേ പുറത്തുള്ളൂ. കൈയിന്റെ ഒരു ഭാഗം മാത്രമേ പുറത്തുള്ളൂ. ബാക്കി ഫുള്ള് പക്ഷേ അയാൾക്ക് ജീവനുണ്ട്, മുഖം തിരിക്കുന്നുണ്ട്, എല്ലാ സംവിധാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പറഞ്ഞ പോലെ റെസ്ക്യൂ ടീമിനെ ബാക്കിയുള്ളവർക്ക് അയാളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ.
Yeah.